സംസ്ഥാനത്ത് ഏറെക്കുറെ എല്ലായിടത്തും മഴ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 മണിക്കൂറിനുള്ളിൽ 11 കേന്ദ്രങ്ങളിലായി ലഭിച്ചത് 10 സെന്റിമീറ്ററിലധികം മഴയാണ്. 1 മണിക്കൂറിലധികമായി തീവ്ര മഴ പലയിടത്തും തുടരുന്നുണ്ട്. ചന്തു ചന്ദ്രശേഖറുണ്ട്. ചന്തു, പത്തനംതിട്ടയിലും മലപ്പുറത്തും കോട്ടയത്തും ഒക്കെ മഴയാണ്. വരും മണിക്കൂറിലെ മഴ സാഹചര്യം എങ്ങനെയാണ്? പുതിയ മഴ മുന്നറിയിപ്പുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വേണം. ഒപ്പം തന്നെ എവിടെയെങ്കിലുമൊക്കെ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? സേതുലക്ഷ്മി, നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അവരുടെ പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് സമയത്തിൽ അധിക മഴ സംസ്ഥാനത്ത് ലഭിക്കുമെന്ന്. തമിഴ്നാട് ചുഴലിക്കാറ്റിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അധിക മഴ, അതായത് കുറച്ച് സമയത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുക എന്നൊരു പ്രതിഭാസം സംസ്ഥാനത്ത് ആകെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ പ്രവചിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ 3 മണിക്കൂറിൽ പല സ്ഥലങ്ങളിലും അതിതീവ്രമായ മഴ പെയ്തിരിക്കുന്നു എന്ന കണക്കുകൾ വരുന്നത്. അതിൽ 10 സെന്റിമീറ്ററിലധികം മഴയാണ് സംസ്ഥാനത്ത് പല പ്രദേശങ്ങളിലും പെയ്തിരിക്കുന്നത്. അത് കൊടുങ്ങല്ലൂരിൽ 18.5 സെന്റിമീറ്റർ മഴ പെയ്തിട്ടുണ്ട്. കോട്ടയത്ത് 18.3 സെന്റിമീറ്റർ മഴ പെയ്തിരിക്കുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവള പ്രദേശത്ത് 14.6 സെന്റിമീറ്റർ മഴ പെയ്തിരിക്കുന്നു. കാഞ്ഞിരപ്പള്ളി 16.1% മഴ, കോന്നിയിൽ 15.6%, ഹരിപ്പാട് 15%. അങ്ങനെ സംസ്ഥാനത്ത് പല പ്രദേശങ്ങളിലും 10% മുകളിൽ, അതിൽ 15%, 16% ഒക്കെ അതിതീവ്രമായ മഴ പല സ്ഥലങ്ങളിലും കുറച്ച് സമയത്തിനുള്ളിൽ പെയ്തിരിക്കുന്നു എന്ന കണക്കാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 3 മണിക്കൂറിനുള്ളിലാണ് ഇത്തരത്തിൽ 10 സെന്റിമീറ്ററിലധികം മഴ പെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നത് ഇത്തരത്തിൽ അതിതീവ്ര മഴ, കുറച്ച് സമയത്തിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മലവെള്ളപ്പാച്ചിലിനും വെള്ളപ്പൊക്കത്തിനുമൊക്കെ ഉള്ള സാധ്യത സ്വാഭാവികമാണ്. അതുകൊണ്ട് അത് മുന്നിൽ കണ്ടുള്ള മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ ജാഗ്രതാ നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടങ്ങൾക്ക് നൽകിയിരുന്നു. അതനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ സംസ്ഥാനത്ത് പുലർത്തി പോകുന്നുണ്ട്. എന്തായാലും ഇന്ന് അതിതീവ്ര മഴ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ ഉണ്ടാകുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഡ് അലർട്ട് അതിതീവ്ര മഴ ഈ ജില്ലകളിൽ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം പറയുന്നത്. മാത്രമല്ല എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം തീവ്ര മഴ മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഒരു അതിതീവ്ര മഴയുടെ തന്നെ കരുതൽ, ഒരു ജാഗ്രത ഈ ജില്ലകളിലൊക്കെ പുലർത്തി പോകണമെന്ന നിർദ്ദേശമാണ് പ്രധാനമായും സർക്കാർ നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അവിടെയും സമാന രീതിയിൽ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും മാത്രമാണ് മഴ അധികമായി ഇല്ലാത്തതെങ്കിലും ഒറ്റപ്പെട്ട മഴ പല സ്ഥലങ്ങളിലും പെയ്യുന്നുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്. കൺട്രോൾ റൂമുകൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഒട്ടുമിക്ക എല്ലായിടങ്ങളിലും മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. പറഞ്ഞതുപോലെ തിരുവനന്തപുരം, കൊല്ലം മാറ്റി നിർത്തിയാൽ മറ്റെല്ലായിടത്തും മഴയ്ക്കുള്ള യെല്ലോ, ഓറഞ്ച്, റെഡ് അലർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. പൊതുജനങ്ങൾ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോവുക.